വെൽക്കം ടു ബ്ലിങ്കോഡെക്സ്. നമ്മുടെ HTML ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡിൽ വെബ് ഡെവലപ്മെൻറ്റ് എന്താണ്, HTML എന്താണ് എന്നിത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് HTMLൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിനെ സംബന്ധിച്ചാണ്. HTML നമുക്ക് തോന്നിയതുപോലെ എഴുതാൻ കഴിയില്ല, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ എഴുതിയാൽ മാത്രമേ അത് ബ്രൗസറിന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വരികയുള്ളൂ. ഓക്കെ, HTMLൻ്റെ വേർഷൻ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വേർഷൻ എന്നുള്ള HTML5 ആണ്. HTML5ൻ്റെ ഡോക്യുമെൻറ്റ് ഡിക്ലറേഷൻ എന്നുള്ളത് ഡോക് ടൈപ്പ് HTML ആണ്. നമ്മൾ HTML പേജ് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഡോക്ടറേറ്റ് HTML എന്ന് അറ്റാക്ക് നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ബ്രൗസറിന് മനസ്സിലാകുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നത് HTML5 ആണ് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ HTML എന്നൊരു ടാഗ് നമ്മൾ തൊട്ട് താഴെ കൊടുക്കും. HTML എന്നുള്ളത് ദ റൂട്ട് എലമെൻറ്റ് ഓഫ് ദ HTML പേജ്, അതായത് ഓൾ അതർ HTML എലമെൻറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ഇറ്റ്. HTMLൻ്റെ എല്ലാ എലമെൻറ്റ്സും ഈ റൂട്ട് എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്. HTML എന്നുള്ളത് റൂട്ട് എലമെൻ്റാണ്. ഈ റൂട്ട് എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കി എല്ലാ HTML ടാഗുകളും എല്ലാ HTML എലമെൻറ്റ്സുകളും നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇതാണ് HTML എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഹെഡ് എന്നൊരു ടാഗ് കൊണ്ടുവരും. ഹെഡ് ടാഗ് എന്നൊരു എലമെൻറ്റ് നമ്മൾ കൊണ്ടുവരും. ഈ ഹെഡ് ടാഗിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇതിൽ എഴുതിയിരിക്കുന്ന ഇൻഫർമേഷൻസ് അത് വെബ് പേജിൽ ഡയറക്റ്റ് ഡിസ്പ്ലേ ചെയ്യില്ല. ഹെഡ് ടാഗ് എന്നുള്ളത് നമ്മുടെ ലിങ്ക്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളൊരു സ്പേസാണ്. അതിനുള്ളിൽ കൊടുക്കണമൊന്നും നമുക്ക് വെബ് പേജിൽ ഡയറക്റ്റ് ഡിസ്പ്ലേ ആവില്ല. ശേഷം ഒരു ബോഡി ടാഗ് വരും. ഈ ബോഡി ടാഗിൽ എഴുതുന്നതാണ് നമുക്ക് ശരിക്കും വെബ് പേജിൽ നമ്മൾ കാണുന്നത്. ബോഡി എന്നുള്ളത് കണ്ടെയ്ൻ ദ വിസിബിൾ കോണ്ടൻറ്റ് ഓഫ് ദ വെബ് പേജസ്, അതായത് ഹെഡിങ്, പാരഗ്രാഫ്, ഇമേജസ്, ടേബിൾസ്, ഫോംസ്, ലിറ്റ്സ്, ലിങ്ക്സ്, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വെബ് പേജിൽ കാണുന്നത് നമ്മളത് ബോഡി ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഹെഡ്, ബോഡി, ഫൂട്ടർ, ഈ ഒരു നിലക്കാണ് HTMLൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കുക. നമുക്ക് അതൊന്ന് പ്രാക്ടിക്കലായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പുതിയൊരു ഫോൾഡർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ HTML എപ്പിസോഡ് 2 എന്നതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് E2 എന്നെഴുതിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ന്യൂ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ശേഷം ഞാൻ ഈ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ VS കോഡിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ VS കോഡിൽ നമ്മുടെ ഫോൾഡർ ഓപ്പൺ ആയി വരും. ഇവിടെയാണ് നമ്മൾ കോഡ് എഴുതുന്നത്. നമുക്കറിയാം, നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡറിൻ്റെ നെയിമിനോടൊപ്പം ന്യൂ ഫയൽ, ന്യൂ ഫോൾഡർ, ഇങ്ങനെ പല ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ ന്യൂ ഫയൽ എന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മുടെ ഫയലിൻ്റെ നെയിം ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ index.html എന്ന് കൊടുക്കുകയാണ്. HTML എന്നത് HTMLൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ index.html എന്ന് കൊടുത്തു, ഞാൻ എൻ്റർ അടിച്ചു. ഇത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കോഡ് എഴുതാൻ പാകത്തിന് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ ഫയലിൻ്റെ പേര് കൊടുത്തു, ശേഷം നമ്മൾ HTML എന്ന എക്സ്റ്റൻഷൻ നമ്മളിവിടെ കൊടുക്കണം. CSS ആകുമ്പോൾ CSS എന്ന് കൊടുക്കും, ജാവാസ്ക്രിപ്റ്റ് ആകുമ്പോൾ JS നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവിടെ HTML എന്ന എക്സ്റ്റൻഷൻ നമ്മളിവിടെ കൊടുത്തു. ശേഷം നമുക്ക് നമ്മുടെ പേജിൽ മാനുവലി തന്നെ ഡോക് ടൈപ്പ് HTML, ഹെഡ്, ബോഡി ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാനിവിടെ തൽക്കാലം ഒന്നും മാനുവലി ചെയ്യുന്നില്ല. ജസ്റ്റ് ഷിഫ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ എക്സ്ക്ലമേഷൻ ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്കിവിടെ ഡെമോ കാണിക്കും. ഓക്കെ, ഈ ഡെമോ കാണിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു എക്സ്ക്ലമേഷൻ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTMLൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്കിവിടെ റെഡിമെയ്ഡായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. ഓക്കെ, പഠിക്കുന്ന ആളുകൾ ആദ്യമേ തന്നെ മാനുവലി ടൈപ്പ് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ നമുക്ക് കാണാം ഡോക് ടൈപ്പ് HTML എന്ന് കാണാം. ഇതാണ് നമ്മുടെ HTML ഡോക്യുമെൻറ്റ് ടൈപ്പ്. ശേഷം നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ HTML എന്നൊരു ടാഗ് നമുക്ക് കാണാം. അതാണ് നമ്മുടെ റൂട്ട് എലമെൻറ്റ് HTML എലമെൻറ്റ് നമുക്ക് കാണാം. അതാണ് റൂട്ട് എലമെൻറ്റ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കി HTML എലമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ കണ്ടു ബോഡി, ശേഷം നമ്മൾ കണ്ടു ഈ ബോഡി എലമെൻറ്റ് എന്നുള്ളത്, നമ്മൾ ഈ ബോഡി എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ വെബ് പേജിൽ കാണുന്ന വിഷയങ്ങൾ, നമ്മൾ സാധാരണ കാണുന്ന വിഷയങ്ങൾ എഴുതുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഹെഡിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാം. ഈ ടൈറ്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ് പേജിൻ്റെ
ലിങ്ക്സിൻ്റെ ഭാഗത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ HTML2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ശേഷം നമ്മൾ നമ്മുടെ വെബ് ബ്രൗസറിൽ വരികയാണ്. വെബ് ബ്രൗസറിൽ വരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഫോൾഡറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ index.html എന്ന ആ ഒരു ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രൗസറും നമ്മൾ ഓപ്പണായി വരും. ഇവിടെ നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാം HTML2 എന്ന് ഇവിടെ നമുക്ക് കാണാം. നമ്മുടെ HTML പേജിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ നമുക്ക് ടൈറ്റിൽ കാണാം, പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെറ്റ ലിങ്ക്സ് കാണാം. ഇത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ബോഡി ടാഗിൽ വന്നതിന് ശേഷം നമുക്കറിയാം ഇവിടെയാണ് നമ്മൾ വെബ് ബ്രൗസറിൽ നേരിട്ട് കാണുന്ന വിഷയങ്ങൾ എഴുതുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. നമ്മൾക്ക് ഓരോ വിഷയങ്ങൾ എഴുതുന്നതിനും ഓരോ ടാഗുകളുണ്ട്. ഞാനിവിടെ H1 ടാഗ് കൊടുക്കുകയാണ്. ഇവിടെ H1 ടാഗിനുള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെഡിങ് എന്ന് കൊടുക്കുകയാണ്. ഹെഡിങ് എന്ന് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാണ്. Ctrl+S അടിച്ചാൽ നമുക്ക് സേവ് ആകും. സേവ് ചെയ്തതിന് ശേഷം ഞാൻ ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്താൽ നമുക്കതിവിടെ കാണാൻ സാധിക്കും, ഹെഡിങ് എന്ന് കാണാൻ സാധിക്കും. ശേഷം തിരികെ വന്നതിന് ശേഷം ഞാനിവിടെ H2 എന്ന് കൊടുത്തതിന് ശേഷം ഈ ഹെഡിങ് എന്നത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാനിതിൻ്റെ ഉള്ളിലൊന്ന് പേസ്റ്റ് ചെയ്യാണ്. ശേഷം ഞാനിതൊന്ന് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രൗസറിൽ വന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്താൽ അതിനേക്കാൾ ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. അതുപോലെ തന്നെ ഞാൻ വീണ്ടും H2 എന്നുള്ള H3 ആക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി ചെറുതായിട്ട് കാണാൻ H3 ആക്കിയതിന് ശേഷം വീണ്ടും ഞാനത് പേസ്റ്റ് ചെയ്തു സേവ് ചെയ്തതിന് ശേഷം ബ്രൗസറിൽ വന്ന് ഞാൻ റിഫ്രഷ് ചെയ്താൽ അതിനേക്കാൾ ചെറുതായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വീണ്ടും ഞാൻ താഴെ വന്ന് H4 എന്നെഴുതുകയാണ്. ശേഷം ഞാൻ ഹെഡിങ് എന്ന് പേസ്റ്റ് ചെയ്യുന്നു, ഞാൻ സേവ് ചെയ്യുന്നു. ശേഷം ബ്രൗസറിൽ വന്നിട്ട് റിഫ്രഷ് ചെയ്താൽ അതിനേക്കാൾ ചെറിയ രീതിയിൽ നമുക്കിവിടെ കിട്ടും. അതിനുശേഷം വീണ്ടും H5 എന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും ഹെഡിങ് എന്നത് പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ശേഷം ബ്രൗസറിൽ വന്ന് റിഫ്രഷ് ചെയ്താൽ അതിനും ചെറുതായിട്ട് കിട്ടും. വീണ്ടും H6 എന്ന് കൊടുക്കുന്നു, ഹെഡിങ്. ശേഷം സേവ് ചെയ്തതിന് ശേഷം ബ്രൗസറിൽ വരുന്നു, റിഫ്രഷ് ചെയ്യുന്നു, നമുക്കതിലും ചെറുതായിട്ട് H6 വരെയാണ് മാക്സിമം നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ബോഡി എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിത് മുഴുവനും ചെയ്തിട്ടുള്ളത്. കാരണം ഈ ബോഡി എലമെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ബ്രൗസറിൽ നേരിട്ട് കാണാൻ സാധിക്കും. ടൈപ്പ് HTML അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ടാഗിൽ വരുന്ന വിഷയങ്ങളൊന്നും നമ്മുടെ വെബ് ബ്രൗസറിൽ ഡയറക്റ്റ് കാണാൻ സാധിക്കില്ല. നമുക്ക് വെബ് ബ്രൗസറിൽ ഡയറക്റ്റ് കാണുന്നത് നമ്മുടെ ബോഡി ടാഗിൽ എഴുതുന്ന വിഷയങ്ങളാണ്. ഈ ബോഡി ടാഗിൽ നമ്മൾ എന്ത് എഴുതിയാലും അത് നമുക്ക് വെബ് ബ്രൗസറിൽ കാണാൻ സാധിക്കും. പിന്നെ HTML എന്നുള്ളത് ഇതിൻ്റെ റൂട്ട് എലമെൻ്റാണ്. HTML റൂട്ട് എലമെൻ്റ് ഉള്ളിലാണ് ബാക്കി എല്ലാ HTML എലമെൻറ്റ്സും വരേണ്ടതുള്ളത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഒരു HTMLൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചത് HTML ബേസിക് സ്ട്രക്ചർ ഡോക് ടൈപ്പ് HTML ആണ്, HTML5 ആണ്. നമ്മൾ ആദ്യമേ തന്നെ അത് ഡിക്ലെയർ ചെയ്യണം. ശേഷം HTML എന്നുള്ളത് റൂട്ട് എലമെൻ്റാണ്. ഈ HTML എന്ന റൂട്ട് എലമെൻ്റ് ഉള്ളിൽ വേണം ബാക്കി എല്ലാ HTML എലമെൻറ്റ്സും വരേണ്ടത്. അതുപോലെ തന്നെ ഹെഡ് ടാഗിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് ദ വെബ് പേജസ് നോട്ട് ഡിസ്പ്ലേഡ് ഓൺ ദ പേജ്. നമുക്ക് ഡയറക്റ്റ് വെബ് പേജിൽ അത് കാണാൻ സാധിക്കില്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അതിലുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ മനസ്സിലാക്കിയത് ബോഡി എലമെൻറ്റിനെ സംബന്ധിച്ചാണ്. നമ്മൾ വെബ് പേജിൽ എന്താണോ നമ്മൾ വിസിബിളായിട്ട് കാണുന്നത് അതെല്ലാം നമ്മൾ എഴുതുന്നത് ബോഡി എലമെൻറ്റിൻ്റെ ഉള്ളിലാണ്. ഇതാണ് നമ്മുടെ HTML സംബന്ധിച്ചുള്ള ഒരു ബേസിക് സ്ട്രക്ചർ എന്നുള്ളത്.